അപ്പോൾ ഇവർ 37 വയസ്സായി അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ്, കുറേ വർഷമായി പോയിട്ട് 12 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 12 ഇയേഴ്സ് വന്നതാണ്. അപ്പോൾ ഇവർക്ക് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അവർ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ, യൂറോപ്പിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് നമ്മുടെ അത്ര ഇല്ല. മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുകയില്ല. GP-നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെങ്കിൽ ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യണം. അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് 1 കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് കിട്ടുന്ന സ്കാനിനൊക്കെ കിട്ടുന്നവർ. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നേരെ പോവാം. അപ്പോൾ എന്തിനാണ് ആൾക്കാർ മുഴുവനും പുറത്തെ രാജ്യത്ത് പോയി വെസ്റ്റേൺ ഡെവലപ്ഡ് കൺട്രി എന്ന് വിളിക്കണേന്ന് എനിക്ക് സത്യം പറഞ്ഞ സംശയമുണ്ട്. കാര്യം ഞാൻ UK-ൽ വർക്ക് ചെയ്ത് എനിക്കറിയാം. ഞാൻ അവിടെ ആയിരുന്നപ്പം എന്നെ കാണാൻ പേഷ്യൻ്റ് 3 വർഷം വെയിറ്റിംഗ് ലിസ്റ്റ്. ഇത് 20 വർഷം മുമ്പായി പറയണേ. 3 ഇയേഴ്സ് ആയിരുന്നു ഒരു ലാപ്രോസ്കോപ്പിക്ക് അന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് അവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉള്ളത്. ഇപ്പം നമ്മൾക്ക് മിക്ക പേഷ്യൻറ്റും പുറത്തുള്ള ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്ത് നമ്മൾ ഇവിടുന്ന് മരുന്ന് കൊറിയർ അയക്കും, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ കൊടുത്തു വിടും, അല്ലെങ്കിൽ അവർ ലീവിന് വന്ന് പ്രൊസീജിയർ ചെയ്യും, അല്ലെങ്കിൽ IVF ചെയ്യും. അങ്ങനെയാണ് ഇപ്പം വർക്ക് ആവണേ. ഈവൻ പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് പോലും ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല. മിഡ് വൈഫിനെ കാണാൻ വീക്കെൻഡ് ആണെങ്കിൽ മിഡ് വൈഫ് ഇല്ല. ചെറിയ എമർജൻസി ഒക്കെ ആണെങ്കിൽ എമർജൻസി പോയാൽ അവർ വെയിറ്റിംഗ് 6 മണിക്കൂർ 10 മണിക്കൂർ വെയിറ്റിംഗ്. എന്തെങ്കിലും ഹെവി ബ്ലീഡിങ് ഒക്കെ പ്രശ്നം വന്നാൽ മാത്രം അവിടെ എന്തെങ്കിലും കെയർ കിട്ടും. അതല്ലാത്ത സാധാരണ പ്രശ്നങ്ങൾക്കൊന്നും പ്രഗ്നൻസിയിൽ അവിടെ ഒരു ഹെൽപ്പും കിട്ടില്ല. അപ്പം എല്ലാവരും ഇങ്ങോട്ട് വിളിക്കും ഓൺലൈനായിട്ട്. അപ്പം ഇത് മൊത്തം ഓൺലൈൻ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അവർക്ക് എപ്പോഴും വരാൻ പറ്റില്ല. ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് കുറേ നാൾ ചെയ്തു. എനിക്ക് തോന്നുന്നു 6 months എങ്ങാണ്ട് ഇവിടെ ചെയ്തു. ശരിയാവാതെ അവർ നാട്ടിൽ വന്ന് ലാപ്രോസ്കോപ്പി ചെയ്ത് മരുന്ന് കൊടുത്തു വിട്ടു. 4 മാസത്തേക്ക് മരുന്ന് കൊടുത്തു വിട്ടു. പക്ഷേ ലാപ്പ് കഴിഞ്ഞ് കൺസീവ് നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് പുറത്തുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ആശ്വാസം. പുറത്തുള്ള ഒരുപാട് പേഷ്യൻസ് പുറത്തുനിന്ന് കൺസൾട്ട് ചെയ്യാറുണ്ടോ? ഒരുപാട്. ഞങ്ങളുടെ OP-യിൽ എനിക്ക് തോന്നുന്നു പകുതി ഓൺലൈനും പകുതി ഡയറക്റ്റുമാണ്. ഒരുപാട് പേഷ്യൻ്റ് ഓൺലൈൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസിന് ഇപ്പോൾ സെക്ഷുവൽ മെഡിസിൻ ഭയങ്കര കുറവാണ്. വേൾഡ് വൈഡ് തന്നെ കുറവാണ്. ഇവിടുത്തെ കാര്യം വിട്ടു ഭയങ്കര കുറച്ച് സെൻറ്റേഴ്സ് ഉള്ളൂ. സ്ത്രീകളെ ഡീൽ ചെയ്യുന്ന സെൻറ്റേഴ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര കംഫർട്ടബിൾ. അപ്പം നമുക്ക് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ അപ്പം ഡയറക്റ്റ്ലി വരും അവർ. ബട്ട് പലരും ഇപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന IT ക്രൗഡ് ഒരുപാട് പേഷ്യൻ്റ് ഉണ്ട്. ഈ സെക്ഷൽ പ്രോബ്ലം ഉള്ള ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷൻ. ബട്ട് മെയിൻലി US, കാനഡ, UK, ഓസ്ട്രേലിയ ആ ഒരു ബെൽറ്റാണ് ഈ ഓൺലൈൻ. ഞാനിപ്പോൾ ഇന്നലേക്ക് ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ ഇരുന്ന് കോട്ടുവായിടുക. കാരണം അവിടെ 2 മണിയായി കാനഡ. ലൈക്ക് ഇവിടുത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് അവർക്ക് അപ്പോയിൻമെൻറ്റ് അപ്പോഴേ കിട്ടുകയുള്ളൂ. അപ്പോൾ പാവങ്ങളിങ്ങനെ ഈ പാവം തോന്നിയടിച്ചിരുന്ന് നമ്മുടെ അടുത്ത് ചെയ്യും. പിന്നെ അവർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഈ സെക്ഷൽ പ്രോബ്ലത്തിന് നമ്മൾ കൗൺസിലേഴ്സിന് റെഗുലർലി 3 months കൊടുക്കുമ്പോൾ ടൈമിങ് വെച്ച് കൊടുക്കും. പക്ഷെ അവർ ഭയങ്കര ഹാപ്പിയാണ് അവർ. കാരണം അവർക്ക് മിണ്ടാനും പറയാനും പ്രോബ്ലം പറയാനും ആരും ഇല്ല. സ്വന്തം ലാംഗ്വേജ് ഇല്ല, സ്വന്തം ഭക്ഷണമില്ല, അധികം ആൾക്കാരില്ല, അമ്മയപ്പനും ഫ്രണ്ട്സും ആൾക്കാരും ഒന്നുമില്ല, നമ്മുടെ വെതറും ഇല്ല, തണുപ്പാണ്. അപ്പൊ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ഒരു വലിയ മെജോറിറ്റി ഡിപ്രസ്ഡാ. പിന്നെ അവിടെ വൈറ്റമിൻ ഡി കുറവായിട്ടാന്ന് തോന്നുന്നു. PCOS ഉള്ളവർക്ക് എന്തായാലും വൈറ്റമിൻ ഡി കുറവാണ്. പുറത്തെ രാജ്യത്തുള്ളവർക്ക് ഇവിടുന്ന് PCO മൈൽഡ് ആയിട്ടുള്ളവർ അവിടെ പോകുമ്പോൾ എല്ലാവരും സിവിയർ ആവുന്നു. പിന്നെ അവിടെ പോകുമ്പോൾ ആൾക്കാർ ഡിപ്രസ്ഡ് ആവണം. ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം എന്താണെന്നറിയോ, ഇവിടുന്ന് അവിടെ പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഡിപ്രഷൻ അടിക്കുന്നു തണുപ്പ് രാജ്യത്ത് പോകുമ്പോൾ. അപ്പം മേ ബി ക്ലൈമറ്റിന്റെ ഒരു ഇതും ഈ ഇത്രയും സാധനം മിക്സ് ചെയ്യണതായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ജോലിയും ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവർ പോണേ. അപ്പോൾ നമുക്ക് പറ്റണത്രയൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. പക്ഷെ വൈറ്റമിൻ ഡി പിന്നെ നമ്മൾ മൾട്ടി വൈറ്റമിൻസും കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്. വൈറ്റമിൻ ഡി ഞാൻ എല്ലാ പേഷ്യൻറ്റും PCOന് കൊടുക്കും. അതും 60,000 യൂണിറ്റ് വൺസ് വീക്ക്ലി 3 മാസമൊക്കെ കൊടുക്കും. പിന്നെ അവരുടെ അടുത്ത് ഇടവിട്ട് കഴിക്കാൻ പറയും. ലൈഫ് ലോങ് കഴിച്ചാലും കുഴപ്പമില്ല. കാരണം അവർക്ക് സൺലൈറ്റ് തീരെ കുറവാണ്. അപ്പോൾ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ടെസ്റ്റുകളൊക്കെ എങ്ങനെ ചെയ്യുമ്പോൾ? അപ്പം നമ്മൾ യൂഷ്വലി അവരോട് അവിടെ ലോക്കലി ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് അയക്കാൻ പറ്റും. അതും ചിലർ മാസങ്ങളെടുക്കും, ചിലർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറ്റുന്നത്ര ഹെൽപ്പ് ചെയ്യും. അവർ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അവർ ഡയറക്റ്റ്ലി വന്ന് യൂഷ്വലി ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് സ്കാൻ ചെയ്ത് തെറാപ്പികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതുപോലെ ചെയ്യും. ചിലവർ ലീവ് എടുത്ത്, എനിക്ക് പല പേഷ്യൻറ്റും ഉണ്ടല്ലോ റിസൈൻ ചെയ്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തവരുണ്ട്. ഇതിനകത്തുണ്ട് ആക്ച്വലി. കാരണം അവർക്ക് ലൈഫ് അത്രയും മോശമാണ്. അവർ ജോലി റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് 1 മാസം നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത പേഷ്യൻസും ഉണ്ട്.
ബോധമുള്ളവർ അങ്ങനെ ചെയ്യും, അല്ലാത്തവർ ഇങ്ങനെ ജോലി ചെയ്ത് ഡിപ്രഷൻ അടിച്ചിരിക്കും. ഡിപ്രഷൻ അടിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയണ ഒരു എക്സസൈസും ഒന്നും അവർ ചെയ്യില്ല. പിന്നെ എല്ലാം സെപ്പറേഷൻ, ഡിവോഴ്സ്, ഭയങ്കര കോമൺ പുറത്ത്. ഡിപ്രഷനും പിന്നെ ഈ ക്ലൈമറ്റും എല്ലാം കൂടി ഒരു സ്ലിപ്പറി സ്ലോപ്പ് ആയിരിക്കും. ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം. കാരണം എന്താ വെച്ചാൽ അവിടെ ഒന്നും ഒരു ഹെൽപ്പ് ഇല്ലല്ലോ, ജോലിക്ക് ഒരാളില്ല. സത്യം പറഞ്ഞ് ഇവിടുന്ന് എല്ലാവരും കെട്ടിയെടുത്ത് എന്തിനാ അങ്ങോട്ട് പുറത്തു പോകണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് മെഡിക്കൽ കെയർ, വീട്ടിലാണെങ്കിലും ഒരു ഹെൽപ്പ്. ഇപ്പം ഈ വർക്കിംഗ് വുമൺ ഉണ്ടല്ലോ, അവിടെ കുട്ടികളുള്ളവർ തന്നെ സ്ട്രഗ്ലിംഗ് ആണ്. ജോലി ചെയ്യണം, വീട്ടിലെ ജോലി ചെയ്യണം, എല്ലാം കൂടെ സ്ട്രെസ്ഡ് ഔട്ട്, പ്ലസ് ദെയർ മെഡിക്കൽ പ്രോബ്ലം ഒക്കെ കൂടെ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കണക്കിന് അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആ ഫ്ലോ സംഭവിക്കും, കുറച്ച് കൊല്ലത്തിനകം നോക്കിക്കോ. ഇൻ അനദർ 5 years 10 years കുറേ പേര് തിരിച്ചു വരും. ബിക്കോസ് ഇന്ത്യ ഇവിടുത്തെ സിറ്റുവേഷൻ ഇസ് ഫാർ ബെറ്റർ ദാൻ ഔട്ട്സൈഡ്, ഗെറ്റിംഗ് ബെറ്റർ. ഹോപ്പ്ഫുള്ളി തിരിച്ചു ഫ്ലോ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ആൾക്കാരുടെ കൂടെ ബിലോങ് ചെയ്യണം, അപ്പം നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഉണ്ടാവില്ല. അവിടെ പിന്നെ നമ്മളൊന്നും അല്ലല്ലോ, ഒരു റേസിസം, നമ്മളൊരു സെക്കൻഡ് സിറ്റിസൺ എന്നുള്ള ഇതൊക്കെ പല സ്ഥലത്തും കുറച്ചൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിറ്റാമിൻ ഡി നമ്മുടെ നാട്ടിൽ ഫ്രീ ആണല്ലോ. വൈറ്റമിൻ ഡി നമ്മുടെ നാട്ടിൽ ഫ്രീയാ. അടുത്ത പേഷ്യൻറ്റിൻ്റെ ഇത് ഇതേ പറഞ്ഞ പോലെ നോക്കിയേ, UK NHS മാനേജർ, അവിടെ UK മാനേജറാണ് ഇവരുടെ ഏജ് 31, ഹസ്ബൻഡ് എൻജിനീയർ. ഇവർക്ക് PCOS, എൻഡോമെട്രിയോസിസ്, ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ എൻഡോമെട്രിയോസിസ് പല PCO പേഷ്യൻറ്റും കാണാറുണ്ട്. അത് പെയിൻ ഉണ്ടാവുന്ന, ഈ ബ്ലഡ് അകത്തിങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്. അപ്പോൾ അവർക്ക് പലപ്പോഴും സിവിയർ പെയിൻ, പീരിയഡ്സിൻ്റെ കൂടെ പെയിൻ, അല്ലാത്തപ്പോൾ പെയിൻ, ബന്ധപ്പെടുമ്പോൾ പെയിൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്ലസ് ഇൻഫെർട്ടിലിറ്റി കോമൺ ആണ് അവർക്ക്. അപ്പോൾ അവർക്ക് പലർക്കും സിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി വേണ്ടി വരും. ഈ പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് നിറച്ച് ഒട്ടിപ്പിടുത്തൊക്കെ ആയിരുന്നു അകത്ത്. ഇത് ഇങ്ങനെ ബ്ലഡ് അകത്ത് കിടന്നിട്ട് ഇതെല്ലാം ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. അതുകൊണ്ടുള്ള ഇൻഫെർട്ടിലിറ്റി. ഇവർക്ക് ആക്ച്വലി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നപ്പോൾ ഇവർക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർക്ക് വസ്തി ചെയ്തു. അതായത് ബ്ലഡ് പുറത്ത് കിടക്കുമ്പോൾ അതൊരു ഗ്ലൂ പോലെ ആക്ട് ചെയ്യും. അപ്പൊ മെൻസസ് ആകുമ്പോൾ ബ്ലഡ് പുറത്ത് പോണ പോലെ അകത്തും ബ്ലീഡിങ് ഉണ്ടാവും. കാരണം ആ ലൈനിങ് അകത്തും ഗ്രോ ചെയ്യും ഹോർമോണിന്റെ എഫക്റ്റ് കൊണ്ട്. അപ്പൊ അവിടെ ബ്ലഡ് ഉണ്ടാവുമ്പോൾ അത് ഗ്ലൂ പോലെ ആവുമ്പോൾ കുടല്, അതായത് വൻകുടല്, ചെറിയ കുടല്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇത് യൂട്രസ്, ഓവറി, ട്യൂബ്സ്, ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുമല്ലേ, ഇതൊക്കെ കൂടെ പശ പോലെ ഒട്ടാൻ തുടങ്ങും. അതാണ് എൻഡോമെട്രിയോസിസ്. അത് പല സ്റ്റേജ് ഉണ്ട്, 1 2 3 4. അപ്പൊ ഇത് ഒട്ടിപ്പിടിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അനാറ്റമി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അനാറ്റമി മാറിപ്പോകുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഈ എഗ്ഗ് വിരിഞ്ഞ് ട്യൂബിനകത്ത് കയറില്ലേ, അത് കയറാൻ പറ്റില്ല, കാരണം മാറിപ്പോയി, അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്ക് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ വിടിയിച്ച്, എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അതൊക്കെ കരിച്ച് കളഞ്ഞ്, പിന്നെ ഈ വലിയ ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കോട്ടറൈസ് ചെയ്ത് യൂട്രസ് ട്യൂബൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറവ്. ഈ പേഷ്യൻ്റ് ലാപ്രോസ്കോപ്പി ഇല്ലാതെ പ്രഗ്നൻ്റ് ആയി. ഇവർ ആയുർവേദത്തിൽ വസ്തി ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി. UK വന്ന് അവർ ആയുർവേദം ചെയ്ത് ഇവർ പ്രഗ്നൻ്റ് ആയി. അപ്പം അങ്ങനെ സർജറി ഇല്ലാതെ ചില പേഷ്യൻസ്. പക്ഷെ സിസ്റ്റ് വലുതാണെങ്കിൽ നമ്മൾ സർജറി പ്രിഫർ ചെയ്യും. ഇവർക്ക് ഒട്ടിപ്പിടുത്തായിരുന്നു കൂടുതൽ. എന്നിട്ട് ഇവർക്ക് ആയുർവേദ ഇൻട്രസ്റ്റ് കൊണ്ട് അത് ചെയ്തു. ചിലവർക്ക് അലോപ്പതി വിശ്വാസം, ചിലവർക്ക് വളരെയധികം മാറും അല്ലേ? പേഷ്യന്റിന്റെ പ്രോബ്ലം അനുസരിച്ചും അവർക്ക് എന്താ വേണ്ടേ, അവരുടെ ഒരു ബിലീഫ് സിസ്റ്റം, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് അലോപ്പതിയിൽ വിശ്വാസം, ചിലവർക്ക് ആയുർവേദത്തിൽ വിശ്വാസം. അവർക്ക് എന്ത് വേണോ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊരു 27-year-old വക്കീലാണ്, അഡ്വക്കേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവർക്ക് PCOS, സിവിയർ സൈക്കോളജിക്കൽ സിംറ്റം, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ഒബീസിറ്റി, എക്കാന്തോസിസ്, ആക്നെ ഓൾ ഓവർ ബോഡി. അതായത് എക്കാന്തോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കളറ്, ഈ കഴുത്തിൻ്റെ പുറകിൽ, കക്ഷത്തിൽ, ഇവിടെ എല്ലാം കറുത്ത പാടുകൾ. അത് PCOS-ന്റെ പ്രത്യേകത. PCOD ഉള്ള ആളുകൾക്ക്, ബൈ ദ വേ PCOS-ഉം PCOD സെയിം ആണ്. അവർക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കറുത്ത പാടുകൾ വീഴും. അപ്പം ഈ കഴുത്തിൽ കറുത്ത പാട് അത് കൂടി കൂടി ശരിക്കും പറഞ്ഞ ഒരു വെൽവെറ്റി ആവും ഇവിടെയൊക്കെ. അപ്പം അതുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പം PCOS പലർക്കും പല ഇഷ്യൂ ആയിരിക്കും, അതൊരു റേഞ്ചാണ്. അപ്പം കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അപ്പം ഡയബറ്റീസിന്റെ ടെൻഡൻസി കൂടുതലാണ്. ജനറലി വണ്ണമുള്ള PCO ആളുകൾ, വണ്ണമുള്ളവരും ഉണ്ട്, ലീനും ഉണ്ട് PCOS. വണ്ണമുള്ളവർക്കാണ് ഇത് കൂടുതൽ.
കൂടുതൽ. അപ്പോൾ ഈ പേഷ്യൻറ്റിന് അതുണ്ടായിരുന്നു. പിന്നെ ആക്നെ ഓൾ ഓവർ ദ ബോഡി, മുഖക്കുരു ഓൾ ഓവർ ദ ബോഡി. അവർക്ക് പുറത്ത്, കാലിൻ്റെ ഇടയിൽ, എല്ലായിടത്തും ഇങ്ങനെ കുരുക്കൾ വരും, പഴുക്കും, പൊട്ടും. അപ്പോൾ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണല്ലോ. പ്ലസ് സിവിയർ സൈക്കോളജിക്കൽ സിംറ്റംസും ഒബീസിറ്റിയും, അതായത് വണ്ണം കൂടുതൽ പ്രശ്നമുണ്ടായി. ഇവർക്ക് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ ലൈനിങ് ഓവറായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ടായി, ഹൈപ്പർപ്ലേസിയ. അത് പലപ്പോഴും ഈ ലൈനിങ് ഓവർ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ ബയോപ്സി ചെയ്ത് ചെക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഇത് ക്യാൻസറായി തീരാം. ഇവർക്ക് 27 വയസ്സുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഹൈപ്പർപ്ലേസിയ ഓൾറെഡി ആയത്. നമ്മൾ 30-40 ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ വേറൊരു കേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറയാം, ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവർക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റ് നമ്മൾ ലൈനിങ് ഓവർ ഗ്രോത്ത് ഉള്ളതുകൊണ്ട്, ഹൈപ്പർപ്ലേസിയ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഹിസ്ട്രോസ്കോപ്പി, ഡിയാൻസി, അതിൻ്റെ കൂടെ ലാപ്രോസ്കോപ്പി, അതായത് നമ്മളെ ലൈനിങ് എടുത്ത് ബയോപ്സിക്ക് അയച്ച് അതിൽ ഈ ഡിസോർഡേർഡ് പ്രോലിഫറേറ്റീവ് അബ്നോർമാലിറ്റി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിന് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യും, ഇത് റിമൂവ് ചെയ്തിട്ട്. പിന്നെ ഇവർക്ക് മെയിൻലി ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് റിഡക്ഷൻ, അതിൻ്റെ കൂടെ മരുന്നുകൾ കൊടുത്തു, കൗൺസിലിംഗ് കൊടുത്തു. ഇവർ 4 months കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയി. എന്നിട്ട് പ്രിമച്യൂർ ഡെലിവറി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, PCOS ഉള്ളവർക്ക് പ്രഗ്നൻ്റ്, വന്ധ്യത മാത്രമല്ല പ്രോബ്ലം, ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ഇവർ വരും. പക്ഷെ ഇവർ നമ്മൾ മരുന്നും പ്രൊസീജിയറൊക്കെ കൊടുത്ത് പ്രഗ്നൻ്റ് ആക്കിയാലും ത്രൂ ഔട്ട് പ്രഗ്നൻസി റിസ്കുകൾ കാണാറുണ്ട്. അപ്പം നമ്മൾ വേറെ ഒരെണ്ണത്തിൽ കണ്ടല്ലോ, ത്രൂ ഔട്ട് ബ്ലീഡിങ് ഒരെണ്ണത്തിൽ കണ്ടു, പ്രിമച്യൂർ ഡെലിവറി, അല്ലെങ്കിൽ ഇവർക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ കൂടുതൽ കാണാറുണ്ട്. ഒരു റീസൺ നേരത്തെ പറഞ്ഞു, അതായത് എഗ് ചിലപ്പോൾ നോർമൽ ആയിരിക്കില്ല, PCOS ഉള്ള, അതുകൊണ്ട് മിസ്കാരേജ് ഉണ്ടാവും. അതേപോലെ ഏർലി ബർത്ത് ഉണ്ടാവാനുള്ള റീസൺ, അതിന്റെ റീസൺ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. പ്രിമച്യൂർ ഡെലിവറി ഉണ്ടാവാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, PCOS ഉള്ളവർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി ഓൾട്ടേർഡ് ആണ്, പ്രതിരോധ ശക്തി അവരുടെ ബോഡിയിൽ കുറവാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് വെജൈനൽ ഇൻഫെക്ഷൻ വരും, ഫംഗൽ ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ആ വെജൈനൽ ഇൻഫെക്ഷൻ ഇരിക്കുമ്പം അത് കാരണം ഈ വാട്ടർ ഉണ്ടല്ലോ ബേബിയുടെ പ്രഗ്നൻസിയിൽ, അത് പൊട്ടിപ്പോയിട്ട് ആ ഫ്ലൂയിഡ് പുറത്ത് വരുമ്പോൾ അത് ഡെലിവറിയിലേക്ക് പോകും. പ്രിമച്യൂർ ഡെലിവറിയുടെ ഒരു കാരണം മെയിനായിട്ട് ഇൻഫെക്ഷനാണ്. അപ്പോൾ PCOS ഉള്ളവർ പ്രഗ്നൻ്റ് ആയാൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വെജൈനൽ ഇൻഫെക്ഷൻ ചെക്ക് ചെയ്യണം. എനിക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, PCOS ഉള്ള പേഷ്യൻ്റ്. അവർ 4 പ്രാവശ്യം അവർ അബോർഷൻ എന്ന് പറയാൻ പറ്റില്ല, 5-6 months ആയിട്ടാണ് പോണേ. പെയിനൊന്നും അറിയില്ല, തുടങ്ങി കൊച്ചു പുറത്ത് വരുമെന്ന് പറഞ്ഞു, അത്ര ഫാസ്റ്റായിട്ട്. അപ്പം 2 കഴിഞ്ഞപ്പോൾ അവർ സെർവിക്സ് സ്റ്റിച്ച് ചെയ്തു, ഫുൾ ബെഡ് റെസ്റ്റ് അത് ഇതൊക്കെ എടുത്തു. 4 കഴിഞ്ഞ് 2 പ്രാവശ്യം സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് ശരിയാവാണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന്. ഇത് എൻ്റെ ഓർമ്മ ശരിയാണ്, കുറേ വർഷം മുമ്പ്. അവർക്ക് നമ്മൾ മെയിൻലി ചെയ്തത്, അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് ബെഡ് റെസ്റ്റ് എടുപ്പിച്ചില്ല, ഫുൾ അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു. ഹെൽത്തി ഫുഡ് കൊടുത്തിട്ട് അവരോട് നടക്കാൻ പറഞ്ഞ് എക്സസൈസ് ചെയ്തു. അതായത് ശരീരം അനങ്ങണം. ഈ എല്ലാവരും പ്രഗ്നൻസിയിൽ ബെഡ് റെസ്റ്റ് ആണ്. ബ്ലീഡിങ് അല്ലാത്ത ഒരു കണ്ടീഷനിലും അത്ര ആവശ്യമില്ല. അവരെ മൂവ് ചെയ്യിപ്പിച്ചു. അവർക്ക് എവറി മന്ത് നമ്മൾ വെജൈനൽ എക്സാമിനേഷൻ ചെയ്ത് ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവർ 37 weeks പോയിട്ട് ഹെൽത്തി കൊച്ചുണ്ടായി. പിന്നെ അവർ കുട്ടിയുണ്ടായി. ആ കുട്ടികളിപ്പോൾ വലുതായി. വലിയൊരു കുട്ടി എനിക്ക് തോന്നുന്നു 18 വയസ്സായെന്ന് തോന്നുന്നു. നല്ല സ്മാർട്ട് കുട്ടികളുണ്ടായി. 4 കിട്ടാതെ പിന്നെ കിട്ടിയതാണ്. അതായത് നമ്മളെപ്പോഴും ഈ മരുന്നിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രൊസീജിയർ. നമുക്ക് സൈക്കോളജിക്കലായിട്ട് ചെയ്യാവുന്നത്, ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹൈജീനും എല്ലാം വന്നു. അപ്പം നമ്മൾ ഈ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഒതുങ്ങാതെ നമ്മളത് ബ്രോഡായിട്ട് ചെയ്യണം. ഇപ്പം PCOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടീം ഓഫ് ആൾക്കാരാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് ഡയറ്റീഷ്യനും, ഫിസിക്കൽ ട്രെയിനറും, കൗൺസിലറും, ഗൈനക്കോളജിസ്റ്റ്, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, ഇവരെല്ലാവരും വേണം. കാരണം PCOS ഉള്ളവർക്ക് എല്ലാ പ്രശ്നമുണ്ട്. ഗൈനക്കുണ്ട്, പീരിയഡ് പ്രോബ്ലം ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവരുടെ എൻഡോക്രൈൻ പ്രോബ്ലം, കാർഡിയാക് പ്രോബ്ലം ഒക്കെ പിന്നീട് വരും. അപ്പം അറ്റ്ലീസ്റ്റ് മിനിമം ഇത്രയും ആൾക്കാർ ഉള്ള ടീമാണ് ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട്, അതായത് ഇവരെ നമ്മൾ വെറുതെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. മിക്കവരും ചെയ്യണം എന്താ വെച്ചാൽ, ഒന്നും പ്രോപ്പർ ഡയഗ്നോസിസ് ഇല്ല. വജൈനൽ സ്കാനിങ്ങിലാണ് ഇത് കൂടുതൽ അറിയണേ. അത് പലരും ചെയ്യില്ല. അബ്ഡോമിനൽ സ്കാൻ ചെയ്യും, വണ്ണുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യില്ല. സെക്കൻഡ് തിങ് ഉണ്ടെങ്കിൽ തന്നെ മരുന്ന് കൊടുത്ത് വിടും. എന്നിട്ട് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം, ചിലവർ ഇങ്ങനെ 5-6 കൊല്ലം വെറുതെ മരുന്ന് കഴിക്കും. അവർക്ക് ഇങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുക്കില്ല. ദാറ്റ് ലൈക്ക് അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ അവർക്ക് CBT തന്നെ വേണം. അതല്ലാതെ നിങ്ങൾ പോയി വെയിറ്റ് കുറയ്ക്കുന്ന പറഞ്ഞാൽ അവർ പോവും, 2 ദിവസം കഴിഞ്ഞാൽ അവർ മറന്നു പോവും. ആരും ചെയ്യില്ല. അതുപോലെ ഡയറ്റും. അപ്പം അവർക്ക് ഈ CBT എന്ന് പറഞ്ഞാൽ അവരെ ഫോളോ ചെയ്ത് തന്നെ ചെയ്യണം.
ഇപ്പോൾ ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നുകയാണ്, എനിക്ക് PCOS ഉണ്ടോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ ഏതൊക്കെ 5 or 10 ഒരു സിംറ്റംസ് അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു. ഓക്കെ. അപ്പോൾ PCOS ഉള്ളവരുടെ സിംറ്റംസ് യങ് ഏജിൽ കോമൺ ആയിട്ട് പീരിയഡ് തെറ്റി വരിക, മെൻസസ് ഒന്നില്ലെങ്കിൽ വൈകി വരിക, 35 ദിവസം 45 ദിവസം അല്ലെങ്കിൽ 2 മാസം 3 മാസം തെറ്റി വരുന്ന പീരിയഡ്സ്. ചിലവർക്ക് വൈകി വന്നിട്ട് പ്രൊലോങ്ഡ് ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ ഉള്ളത് അവർക്ക് മുഖക്കുരു, നിറയെ മുഖക്കുരു ഉണ്ടാവുന്നത്. ഫേഷ്യൽ ഹെയർ, ഈ അപ്പർ ലിപ്പ് ലോവർ ലിപ്പ് ഇവിടെയൊക്കെ ഹെയർ ഇവിടേക്കൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്യും ചിലവരുടെ നെറ്റിയിലേക്ക്. പിന്നെ ഇവിടെ നിന്ന് അവർക്ക് ഹെയർ ലോസ്, അതായത് മെയിൽ പാറ്റേൺ ബോൾനെസ് പോലെ ഈ ഫ്രണ്ടിൽ ഹെയർ കൂടുതൽ പോവും. ചിലവർക്ക് പാച്ചി ആയിട്ട്, ചിലവർക്ക് മൊത്തം ഹെയർ, മുടി കൊഴിച്ചിൽ, ഇങ്ങനത്തെ ടെസ്റ്റോസ്റ്ററോണിന്റെ സിംറ്റംസ്. ഇൻഫെർട്ടിലിറ്റി, പ്രഗ്നന്റ് ആവുന്നില്ല എങ്കിൽ പലർക്കും ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, താല്പര്യമില്ല, ലൂബ്രിക്കേഷൻ ഇല്ല, വേദന, അതൊക്കെ ഒരു സിംറ്റം ആയിട്ട് കാണാറുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ സിംറ്റം, നിങ്ങൾക്ക് എളുപ്പം ടെൻഷൻ അടിക്കുന്ന സ്വഭാവമാണ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഒരു മിനിറ്റ് സന്തോഷം, ഒരു മിനിറ്റ് സങ്കടം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള സൈക്കോളജിക്കൽ സിംറ്റംസ്. ചിലവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. ഇതിനകത്ത് ഒരു സ്കോർ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളതിൽ 0, 1, 2, 3 ഞങ്ങൾക്ക് പലർക്കും കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് ഈ ലെത്താജി സ്ലീപ്പ് ഡിസോർഡർ, ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം ഭയങ്കര കോമൺ ആണ്. ചില ജനറ്റിക് ഡിഫക്ട്സ് ഉള്ളതുകൊണ്ട് ഉറക്കത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ സ്പെസിഫിക്കലി ഈ കൗൺസിലിംഗ് ചെയ്യുമ്പം ഒരു കൗൺസിലിംഗ് സ്ലീപ്പിനെ കുറിച്ചാണ്. ആ സ്ലീപ്പിനെ കുറിച്ച് പ്രത്യേകം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞ സ്റ്റെപ്സ് പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരുടെ സ്ലീപ്പ് ബെറ്റർ ആവും. ചിലവർക്ക് നമ്മൾ മെലറ്റോണിൻ കൊടുക്കും. മെലറ്റോണിൻ ഇത് കറക്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അത് അപ്പം ഇങ്ങനെയുള്ള ആയത് സൈക്കോളജിക്കൽ സിംറ്റംസ്, അല്ലെങ്കിൽ ഈ ഫിസിക്കൽ പീരിയഡ് റിലേറ്റഡ്, അല്ലെങ്കിൽ ഹെർസ്യൂട്ടിസം, ആക്നെ, ഈ പറഞ്ഞ അക്കാന്തോസിസ്, കളർ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് പീരിയഡ് തെറ്റി വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഭർത്താവായിട്ട് എപ്പോഴും അടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് എളുപ്പം വെക്കുന്നു, ലീൻ PCOS ഉണ്ട്. വെയിറ്റ് എത്ര ഭക്ഷണം എടുത്തിട്ടും വെയിറ്റ് കുറയുന്നില്ല, എത്ര എക്സസൈസ് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ PCOS ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻ, റിപ്പീറ്റഡ് അബോർഷൻസ്, കുട്ടികൾക്ക് അബ്നോർമാലിറ്റി, അങ്ങനെയുള്ള ഇതിലെല്ലാം PCOS ചാൻസ് ഉണ്ട്.